ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ ചൂടും നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈമൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് ഏലക്കായൊക്കെ ഇട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം മൊത്തമായിട്ടുള്ളത് തന്നെ ഫസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ചേർക്കുന്നത് മാവിൻ്റെ ഇലയാണ്. ഓവർ മൂപ്പില്ലാത്ത നല്ല തളിരിലല്ലാത്ത ഒരു 5-6 ഇല ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഒട്ടും തന്നെ കയ്പൊന്നും ഫീൽ ചെയ്യില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ അരിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലെമൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 ടീസ്പൂണ് അളവിലുണ്ടാവും. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നാരങ്ങത്തോടൊന്ന് ജസ്റ്റ് ഗ്ലാസിൻ്റെ ഫ്രണ്ടിലൂടെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയിലൊന്ന് ഗ്ലാസ് ഒന്ന് ഡിപ്പ് ചെയ്യുമ്പം സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് നമുക്ക് കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒഴിച്ച് കൊടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഞ്ചസാരയോട് കൂടി കഴിക്കാൻ പറ്റുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.